കഥ തുടങ്ങുമ്പോൾ സൗന്ദര്യ ഒരാളെ ബെഡിൽ കിടത്തിയിട്ട് ഒരു ഷീറ്റ് അയാൾക്ക് മൂടിക്കൊടുക്കുകയാണ്. തല ഒഴിച്ച് ബാക്കി ശരീരം മുഴുവൻ മൂടുന്നുണ്ട്. കുറച്ച് കഴിയുമ്പോൾ ഷീറ്റ് മൂടിയ ഭാഗമെല്ലാം അപ്രത്യക്ഷമാവുകയാണ്. ശേഷം സൗന്ദര്യ അയാളുടെ തലയെടുത്ത് അലമാരയിൽ കൊണ്ടുവയ്ക്കുന്നു. അയാൾക്ക് ഫാമിലി ഉണ്ടെന്നും വെറുതെ വിടാനും പറയുകയാണ്. അതൊന്നും മൈൻഡ് ചെയ്യാതെ നിൽക്കുകയാണ് സൗന്ദര്യ. അവരെല്ലാവരും ഭാര്യമാരെ ചതിച്ച് സൗന്ദര്യയുടെ കൂടെ കഴിയാൻ വന്നവരാണെന്നും സൗന്ദര്യ രക്ഷസാണെന്നും പറയുകയാണ്. അത് കേൾക്കുന്ന ഒരു തല എത്ര ക്യാഷ് വേണമെങ്കിലും തരാമെന്നും അവരുടെ ശരീരം കൊടുക്കാനും പറയുകയാണ്. അത് കേൾക്കുന്ന സൗന്ദര്യ അവരോട് ഒരു പാപിയുടെ തല കൂടി വേണമെന്ന് പറഞ്ഞിട്ട് സൗന്ദര്യ അലമാരിയുടെ ഡോർ അടയ്ക്കുകയാണ്. ശേഷം ആ ഷീറ്റ് എടുത്ത് ബാഗിൽ വയ്ക്കുന്ന സൗന്ദര്യയുടെ അടുത്ത് ഒരു ട്രാൻസ്ജെൻഡർ ആയ രേഷ്മയുടെ ആത്മാവ് വരുന്നു. രേഷ്മ സൗന്ദര്യയോട് ഇനി 4 ദിവസം കൂടിയേ ഉള്ളൂ എന്നും ഒരു പാപിയെ കൂടി കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നീ എന്നെ പോലെ ആകുമെന്നും പറഞ്ഞ് സൗന്ദര്യയുടെ മുമ്പിൽ നിന്ന് ഡാൻസ് കളിച്ചിട്ട് അവിടെ നിന്ന് പോവുകയാണ്. തുടർന്ന് ഡ്രസ്സ് മാറിയതിനു ശേഷം സൗന്ദര്യ കിടന്നുറങ്ങുകയാണ്. രാവിലെയാകുമ്പോൾ സൗന്ദര്യ സച്ചിനായി മാറുകയാണ്. സൂര്യൻ അസ്തമിക്കുന്നത് മുതൽ സൂര്യൻ ഉദിക്കുന്നത് വരെ സച്ചിൻ സൗന്ദര്യയായി മാറും. ഇത് സച്ചിന് കിട്ടിയ ശാപമാണ്. അടുത്ത സീനിൽ സച്ചിൻ വീട്ടിൽ വരികയാണ്. ഈ സമയം മറുവശത്ത് ഇൻസ്പെക്ടർ ഗജാനന്ദ് 4 പേരുടെ മിസ്സിംഗ് കേസ് അന്വേഷിക്കുമ്പോൾ അവർ 4 പേരും സൗന്ദര്യ എന്ന് പേരുള്ള കോൾ ഗേളിന്റെ അടുത്ത് പോയി എന്ന് മനസ്സിലാവുകയാണ്. ശേഷം സച്ചിൻ വിവാഹം കഴിക്കാൻ പോകുന്ന സൊനാലിയുമായി ഡ്രസ് എടുക്കാൻ പോവുകയാണ്. 10 ദിവസം കഴിഞ്ഞാൽ സച്ചിന്റെയും സൊനാലിയുടെയും വിവാഹമാണ്. അവിടെ വരുന്ന രേഷ്മ സച്ചിനോട് ഒരു പാവിയെയും നിനക്ക് കിട്ടില്ല എന്നും നീ എന്നെ പോലെ ആകുമെന്നൊക്കെ പറഞ്ഞ് സച്ചിനെ ടെൻഷൻ അടിപ്പിക്കുകയാണ്. സൂര്യൻ അസ്തമിക്കാൻ തുടങ്ങുന്നത് കാണുന്ന സച്ചിൻ സൊനാലിയോട് പറഞ്ഞിട്ട് അവിടെ നിന്ന് പെട്ടെന്ന് പോവുകയാണ്. അടുത്ത സീനിൽ സൗന്ദര്യ ഭാര്യമാരെ ചതിച്ച് ആരെങ്കിലും വരുമോ എന്ന് പ്രതീക്ഷിച്ച് നിൽക്കുമ്പോൾ അവിടെ ഇൻസ്പെക്ടർ വരികയാണ്. ഇൻസ്പെക്ടർ വേറെ ആരുമല്ല, സച്ചിൻ വിവാഹം കഴിക്കാൻ പോകുന്ന സൊനാലിയുടെ ചേച്ചിയുടെ ഭർത്താവാണ്. അയാളെ കണ്ട് ഞെട്ടി നിൽക്കുകയാണ് സൗന്ദര്യ. അയാൾ സൗന്ദര്യയോട് 4 പേരുടെ കാര്യം പറഞ്ഞിട്ട് റൂം സെർച്ച് ചെയ്യണമെന്ന് പറയുകയാണ്. ആ കാര്യം കേട്ട് ഞെട്ടുന്ന സൗന്ദര്യ ഇൻസ്പെക്ടറോട് സെർച്ച് വാറന്റ് കൊണ്ടുവന്നിട്ട് സെർച്ച് ചെയ്താൽ മതി എന്ന് പറയുകയാണ്. അത് കേട്ട് ദേഷ്യത്തോടെ അയാൾ അവിടെ നിന്നും പോവുകയാണ്. അടുത്ത സീനിൽ സൊനാലി വിഷമിച്ചിരിക്കുന്നത് കണ്ട് സച്ചിൻ സൊനാലിയെ സമാധാനിപ്പിക്കുകയാണ്. സൊനാലിയുടെ ചേച്ചിയെ ചേച്ചിയുടെ ഭർത്താവ് എന്ന് ഉപദ്രവിക്കാറുണ്ട്. ഈ സമയം ഇൻസ്പെക്ടറിന് സെർച്ച് വാറന്റ് കിട്ടുകയാണ്. തുടർന്ന് സൊനാലിയോട് സച്ചിൻ അലമാരയിൽ ഇരിക്കുന്ന തലകൾ കാണിച്ചു കൊടുക്കുകയും ആ സമയം തന്നെ സൗന്ദര്യയാവുകയും ചെയ്യുകയാണ്. അതെല്ലാം കാണുന്ന സൊനാലിയോട് സൗന്ദര്യക്ക് കിട്ടിയ ശാപത്തിനെ കുറിച്ച് പറയുകയാണ്. രേഷ്മ എന്ന ട്രാൻസ്ജെൻഡറിന് സച്ചിനെ ഇഷ്ടമായിരുന്നു. സച്ചിന് ഇഷ്ടമല്ല എന്ന് പറയുന്നത് കേൾക്കുന്ന രേഷ്മ സച്ചിനെ ശപിച്ചിട്ട് തീ കൊളുത്തി മരിച്ചു എന്നും ഇന്നൊരു ഭാവിയെ കിട്ടിയില്ല എങ്കിൽ സച്ചിൻ ഒരു ട്രാൻസ്ജെൻഡറായി മാറുമെന്നും പറയുന്ന സമയം അവിടെ രേഷ്മ വരികയാണ്. അപ്പോൾ അവിടെ ഇൻസ്പെക്ടർ വരികയും ഇൻസ്പെക്ടർ അലമാരിയിൽ ഇരിക്കുന്ന തലകൾ കാണുകയും ചെയ്യുന്നു. അപ്പോൾ ചേച്ചിയെ ഉപദ്രവിച്ചത് ഓർമ്മ വരുന്ന സൊനാലി ഇൻസ്പെക്ടറെ തള്ളിയിടുകയും ആ സമയം സൗന്ദര്യ ഷീറ്റ് ഇൻസ്പെക്ടറുടെ ശരീരത്തിൽ മൂടുകയും ചെയ്യുന്നു. എന്നിട്ട് ആ 5 തലയും കൊണ്ട് റാണിയമ്മയുടെ അടുത്ത് പോവുകയാണ്. തുടർന്ന് റാണിയമ്മ 5 തലകളെ കത്തിച്ച് ബലി കൊടുക്കാൻ പറയുമ്പോൾ അവരുടെ കരച്ചിലിന്റെ നിലവിളികൾ കേൾക്കുന്ന സൗന്ദര്യക്ക് അതിന് കഴിയില്ല എന്ന് പറയുകയാണ്. അതെല്ലാം കാണുന്ന റാണിയമ്മ രേഷ്മയോട് സച്ചിന് കൊടുത്ത ശാപം തിരിച്ചെടുക്കാനും സച്ചിൻ സൊനാലിയെയാണ് സ്നേഹിച്ചതെന്നും നീ സച്ചിന് ഫ്രണ്ട് മാത്രമാണെന്നും പറയുകയാണ്. അത് കേൾക്കുന്ന രേഷ്മ ഇനി ഒരിക്കലും ശാപം തിരിച്ചെടുക്കാൻ എനിക്ക് കഴിയില്ല എന്നും ആ ശാപം ഇന്ന് തന്നെ നടക്കുമെന്നും പറഞ്ഞിട്ട് ആ 5 പേരെയും രേഷ്മ ട്രാൻസ്ജെൻഡർ ആക്കുകയാണ്. ശേഷം രാവിലെ സൗന്ദര്യ സച്ചിനാവുകയും സച്ചിനും സൊനാലിയും സന്തോഷത്തോടെ നിൽക്കുന്നതും കാണിച്ച് ഈ കഥ അവസാനിക്കുന്നു. പുതിയ കഥയുമായി ഉടൻ വരാമേ. ബൈ.